ഹായ്, വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. 1970 ജൂലൈ 30 ലണ്ടനിലാണ് ക്രിസ്റ്റഫർ നോളൻ ജനിച്ചത്. അഡ്വർടൈസിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന പിതാവിന്റെയും എയർ ഹോസ്റ്റസും ടീച്ചറുമായ അമ്മയുടെയും മകനാണ് നോളൻ. സ്റ്റാർ വാർസ്, 2001 എ സ്പേസ് ഒഡീസി എന്നീ സിനിമകൾ കണ്ടു വളർന്ന നോളൻ ചെറുപ്പത്തിലെ തന്നെ സിനിമാ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ വെറും 7-ാം വയസ്സിൽ തന്റെ പിതാവിന്റെ സൂപ്പർ 8 ക്യാമറ ഉപയോഗിച്ച് ചെറിയ ഷോർട്ട് ഫിലിമുകൾ ഷൂട്ട് ചെയ്യുമായിരുന്നു നോളൻ. അതുപോലെ ലെഗോ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് സ്റ്റോപ്പ് മോഷൻ പരീക്ഷണങ്ങൾ ചെയ്യുമായിരുന്നു. സഹോദരൻ ജൊനാഥൻ നോളനുമായി ചേർന്ന് കഥകൾ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുപ്പത്തിൽ തന്നെ കഥ പറച്ചിലും അതോടൊപ്പം വിഷ്വൽ തിങ്കിങ് പ്രോസസ്സും വളർന്നു. അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യത്തിലും കഥകളിലും വലിയ താല്പര്യവും ഫിലിം ക്ലബ്ബുകളിൽ മികച്ച പങ്കാളിത്തവും ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമാ നിർമ്മാണം ഒരു ഹോബി മാത്രമല്ല, ഒരു സീരിയസ് പാഷനായി മാറുകയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛിക വിഷയമായെടുത്ത് കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ച നോളൻ UCL ഫിലിം സൊസൈറ്റിയിൽ വളരെ സജീവമാവുകയും പ്രായോഗികമായി തന്നെ 16mm ക്യാമറ ഉപയോഗിച്ച് ഷൂട്ടിങ്ങും എഡിറ്റിംഗും പഠിക്കുകയും ചെയ്തു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ചെറിയ രീതിയിൽ കോർപ്പറേറ്റ് വീഡിയോയും ഷോർട്ട് ഫിലിം നിർമ്മാണവും ആരംഭിച്ചു. ടവാൻറ്റല്ല, ലാസേനി, ഡുഡ്ലെബർഗ് തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. 1998 നോളന്റെ ആദ്യ ഫീച്ചർ ഫിലിം പുറത്തിറങ്ങുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റായ $6,000 പൂർത്തിയാക്കിയ ചിത്രം ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് വലിയ അഭിപ്രായമാണ് നേടിയത്. മുതൽ മുടക്ക് വെച്ച് നോക്കുമ്പോൾ ലാഭകരമായിരുന്ന ചിത്രം ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നത് മാത്രമല്ല, മൊമന്റോ പോലുള്ള വലിയ സിനിമകളിലേക്ക് വഴി തുറന്നതും ഈ ചിത്രമായിരുന്നു. ജോലിയില്ലാത്ത എഴുത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ അനുഭവ സമ്പത്ത് നേടാൻ വേണ്ടി അപരിചിതരായ ആളുകളെ പിന്തുടരുന്നതും അങ്ങനെ ഒരു കള്ളനെ പിന്തുടരുന്നതും അയാളുമായി സൗഹൃദത്തിലാവുന്നതും അവസാനം അയാൾ വഴി തന്നെ എഴുത്തുകാരനായ ചെറുപ്പക്കാരൻ അപകടത്തിലാവുന്നതുമാണ് പ്രമേയം. നോൺ ലീനിയർ രീതിയിൽ സമയക്രമം തകർത്ത് കഥ പറയുന്ന രീതി അഥവാ നോളൻ ശൈലി തുടങ്ങുന്നത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. മുൻപ് ചെയ്ത ഷോർട്ട് ഫിലിമുകളിൽ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സംവിധായകനെ അടയാളപ്പെടുത്തുന്ന ശക്തമായ ശൈലിയായി മാറിയത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. ഇത്തരത്തിൽ തന്നെ 2000 അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന ചിത്രമായിരുന്നു മൊമന്റോ. റിവേഴ്സ് നരേഷൻ സ്റ്റൈൽ ഉപയോഗിച്ച സൈക്കോളജിക്കൽ ത്രില്ലർ. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഫ്രോഡ് കേസുകൾ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്ററാണ് നായകനായ ലിയാനോഡ്. സിനിമ ആരംഭിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ ടെഡ്ഡിയെ ലിയാനോഡ് വധിക്കുകയാണ്. റിവേഴ്സ് നരേഷനിലേക്ക് സിനിമ സഞ്ചരിക്കുമ്പോൾ പ്രേക്ഷകർ കാണുന്നത് ലിയാനോഡ് ഒരു ഗോഡൌണിൽ അസ്വസ്ഥനായി ഞാൻ എന്താണ് ഇവിടെ എന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ ടെഡ്ഡി അവിടെ എത്തി നീ ഇപ്പോൾ തന്നെ നിന്റെ ഭാര്യയെ കൊന്നവനോട് പ്രതികാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ ടെഡ്ഡിയെ സംശയിക്കുകയാണ്. അയാൾ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ലിയാനോഡിന് ആവുന്നില്ല. മാത്രമല്ല വീണ്ടും റിവേഴ്സ് ഗിയറിൽ പോകുമ്പോൾ ലിയാനോഡ് ജിമ്മി ബ്രാൻസ് എന്ന കുറ്റവാളിയെ കൊന്ന് അവന്റെ സ്യൂട്ട് ധരിച്ച് നിൽക്കുകയാണ്. മരണത്തിന് മുൻപ് ജിമ്മി സമ്മി എന്ന് പറയുന്നത് കേൾക്കുന്ന ലിയാനോഡ് ചിന്തിക്കുന്നു, ഇവൻ എങ്ങനെയാണ് സമ്മിയെ അറിയുന്നത്? ലിയാനോഡ് ജിമ്മിയുടെ കാർ എടുത്ത് പോകുമ്പോൾ ടെഡ്ഡി പറയുന്നുണ്ട് ജിമ്മി ഡ്രഗ് ഡീലർ ആണെന്നും ലിയാനോഡ് അയാളെ കൊല്ലണമെന്നും. അടുത്ത രംഗത്തിൽ നമ്മൾ കാണുന്നത് നതാലി എന്ന ബാർ അറ്റൻഡറായ സ്ത്രീയെയാണ്. ലിയാനോഡിനെ അവൾ സഹായിക്കുന്നതായി അഭിനയിച്ച് അവനെ കൊണ്ട് തന്റെ താല്പര്യ കാര്യങ്ങളെല്ലാം നടത്താൻ ശ്രമിക്കുന്നു. തന്റെ കാമുകന്റെ എതിരാളിയായ ഡോൺ എന്നയാളോട് എതിരിടാൻ നതാലി ലിയാനോഡിനെ പ്രേരിപ്പിക്കുന്നു. ഒരിക്കൽ ലിയാനോഡിന്റെ വീട്ടിൽ 2 പേർ അതിക്രമിച്ചു കടന്ന് ഭാര്യയെ ആക്രമിക്കുമ്പോൾ അവരോട് എതിരിടുമ്പോൾ ഒരാൾ ഭാര്യയെ കൊല്ലുകയും മറ്റേയാൾ ലിയാനോഡിനെ ആക്രമിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അയാൾ ജോൺജി എന്ന ആളാണെന്ന് മനസ്സിലാക്കി അതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് പിന്നീടുള്ള ലിയാനോഡിന്റെ യാത്ര. അതിനു മുൻപ് തന്നെ തന്റെ ജോലിയുടെ ഭാഗമായി സമ്മിയുടെ ഇൻഷുറൻസ് കേസ് അന്വേഷിക്കുമ്പോൾ അയാളുടെ ഭാര്യ കൊല്ലപ്പെട്ടത് ഓർമ്മയില്ലാതെ തുടർച്ചയായി ഇൻസുലിൻ എടുത്തത് കൊണ്ടാണെന്ന് കാണിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ലിയാനോഡിന്റെ ഭാര്യയുടെ മരണവും ഇത്തരത്തിലായിരുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ഞാൻ സമ്മിയല്ല എന്ന് ലിയാനോഡ് സ്വയം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ലിയാനോഡ് തന്നെയാണ് സമ്മി എന്നുള്ള തരത്തിലാണ് സിനിമയിലെ രംഗങ്ങൾ. റിവേഴ്സ് നരേഷൻ രംഗങ്ങളും ലീനിയർ സിനിമാ യാത്രയും സംഗമിക്കുന്നത് ലിയാനോഡ് ജിമ്മി എന്ന ഡ്രഗ് ഡീലറെ കൊല്ലുന്നിടത്താണ്. അവിടെ ടെഡ്ഡി പറയുന്നുണ്ട് നീ നിന്റെ പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. പക്ഷെ ടെഡ്ഡി ഒരു മാനിപ്പുലേറ്റർ എന്ന നിഗമനത്തിൽ താൻ അന്വേഷിക്കുന്ന ജോൺജി ടെഡ്ഡി തന്നെ എന്ന് തീരുമാനിച്ചാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പോലെ അവൻ ടെഡ്ഡിയെ കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ ലിയാനോഡിന്റെ വീട്ടിലെ ആക്രമണത്തിൽ ഭാര്യയ്ക്ക് പരിക്കേറ്റ ലിയാനോഡിന് പരിക്കേറ്റ ഓർമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം കുടുംബത്തെ ആക്രമിച്ച ജിമ്മിയെ കൊന്നതാണോ, പിന്നീട് അതേ കുറ്റം ആരോപിച്ച് ടെഡ്ഡി തന്നെയാണോ ജോൺജി എന്ന് ധരിച്ച് അയാളെയും കൊന്നതാണോ എന്നൊന്നും വ്യക്തമാക്കാതെ പ്രേക്ഷകന് ഏതുതരം വ്യാഖ്യാനത്തിനും അവസരം കൊടുത്തുകൊണ്ടാണ്
ചിത്രം അവസാനിക്കുന്നത്. മനുഷ്യ മനസ്സും ഓർമ്മയും സത്യവും ആത്മവഞ്ചനയും അനിശ്ചിതത്വവും എല്ലാം ഇടകലർന്ന് മനുഷ്യൻ സ്വയം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ജീവിക്കാൻ ഒരു കള്ളം വേണ്ടി വരും എന്ന് പറഞ്ഞു വെക്കുന്ന ചിത്രമാണ് മൊമന്റോ. മറ്റൊരർത്ഥത്തിൽ മനുഷ്യർ ജീവിക്കുന്നത് സത്യം അറിയാനല്ല, മറിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള സത്യം വിശ്വസിക്കാൻ വേണ്ടിയാണെന്ന് സമർത്ഥിക്കുന്ന മനോഹര ചിത്രം. ലിയോണാർഡോ ഡികാപ്രിയോ നായകനായി 2010 നോളന്റേതായി പുറത്തു വന്ന മറ്റൊരു മനോഹര ചിത്രമാണ് ഇൻസെപ്ഷൻ. മനുഷ്യ മനസ്സുകളുടെ ആഴത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഒരു മനുഷ്യൻ തന്റെ കുറ്റബോധത്തിൽ നിന്ന് മോചിതനാകുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. അത് പക്ഷേ സാധാരണ സിനിമാ രീതിയിലല്ലാതെ തികച്ചും ഒരു ക്രിസ്റ്റഫർ നോളൻ ചിത്രത്തിന്റെ പരിവേഷത്തിലാണ് കഥാരീതി എന്ന് മാത്രം. ഒരു മനുഷ്യനുണ്ടായിരുന്നു കോബ്. അവൻ സാധാരണ കള്ളനല്ല. ആളുകൾ ഉറങ്ങുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിലേക്ക് കയറിപ്പോയി അവരുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ മോഷ്ടിക്കുന്നവനാണ്. പക്ഷെ അവന്റെ സ്വന്തം ജീവിതം തകർന്നതായിരുന്നു. അവന്റെ ഭാര്യ മാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവളുടെ മരണത്തിന് പിന്നിൽ താൻ തന്നെയാണെന്ന് അവൻ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ തന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ദൂരെയായി ഒളിവിൽ ജീവിക്കേണ്ടി വന്നു. ഒരു ദിവസം ഒരു ശക്തനായ വ്യവസായി സൈറ്റോ കോബിനോട് ഒരു വിചിത്രമായ ജോലി നിർദ്ദേശിച്ചു. രഹസ്യം മോഷ്ടിക്കേണ്ട ഒരു ആശയം ഒരു മനുഷ്യന്റെ മനസ്സിൽ നട്ടു വളർത്തണം. കോബ് ആദ്യം മടിച്ചുവെങ്കിലും വലിയ ഒരു പ്രതിഫലനത്തിന് മുന്നിൽ അവൻ വഴങ്ങി. ഈ ജോലി വിജയിച്ചാൽ അവന് വീണ്ടും തന്റെ വീട്ടിലേക്കും കുട്ടികളിലേക്കും മടങ്ങാം. അവൻ ഒരു ടീം തയ്യാറാക്കി. അവർ എല്ലാവരും ചേർന്ന് ഒരു യുവാവായ ഫിഷറിന്റെ സ്വപ്നത്തിലേക്ക് കടന്നു. സ്വപ്നത്തിനുള്ളിൽ വീണ്ടും സ്വപ്നം, അതിന്റെ അകത്ത് വീണ്ടും മറ്റൊരു സ്വപ്നം. അങ്ങനെ അവർ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നിറങ്ങി. ഓരോ തലത്തിലും അപകടം കൂടുകയായിരുന്നു. ഫിഷറിന്റെ മനസ്സ് തന്നെ അവരെ ആക്രമിച്ചു. അതിലേറെ കോബിന്റെ സ്വന്തം ഓർമ്മകൾ, പ്രത്യേകിച്ച് മാലിന്റെ രൂപം എല്ലാം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം അവർ മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ലോകമായ ലിംബോയിലേക്ക് എത്തി. അവിടെ കോബ് തന്റെ ഭയത്തെയും കുറ്റബോധത്തെയും നേരിട്ട് മാലിന് വിട്ടയച്ചു. അതേസമയം ഫിഷറിന്റെ ഹൃദയത്തിൽ അവർ ഒരു ചെറിയ ആശയം നട്ടു വളർത്തി. ഞാൻ എന്റെ വഴിയിലാണ് പോകേണ്ടത്. എല്ലാവരും ഒരേ സമയം ഉണർന്നു. മിഷൻ വിജയിച്ചു. കോബ് വീട്ടിലെത്തി. വർഷങ്ങൾക്ക് ശേഷം തന്റെ കുട്ടികളെ കണ്ടു. അവൻ ഒരു ചെറിയ കളിപ്പാട്ടം, ഒരു സ്പിന്നിംഗ് ടോപ്പ് തിരിച്ചു. അത് തിരിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കോബ് അതിനെ നോക്കാതെ തന്റെ കുട്ടികളിലേക്ക് നടന്നു. ആ ടോപ്പ് നിന്നോ ഇല്ലയോ എന്നത് ആർക്കും അറിയില്ല. പക്ഷെ അതിനിപ്പോൾ അത്ര പ്രസക്തി ഇല്ലാതായിരിക്കുന്നു. കാരണം അവൻ ഒടുവിൽ തന്റെ യാഥാർത്ഥ്യം കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് ലോകത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും അപകടകരവുമായ ഇടമാണ്. യാഥാർത്ഥ്യം, ഓർമ്മ, ആശയം ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ യുദ്ധം പുറത്തുള്ള ലോകത്തോടല്ല, സ്വന്തം മനസ്സിനോടാണ്. ആശയങ്ങളും ഓർമ്മകളും ധാരണകളും തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നതെന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചിത്രം. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത 2014 പുറത്തിറങ്ങിയ മറ്റൊരു മനോഹര ചിത്രമാണ് ഇന്റർസ്റ്റെല്ലാർ. ഒരു സമയം ഭൂമിക്ക് ശ്വാസം മുട്ടിത്തുടങ്ങിയ ഒരു കാലം. മണ്ണ് പൊടിയായി ഉയർന്ന് ആകാശം മങ്ങിയിരിക്കുന്നു. കാറ്റുപോലും മനുഷ്യരോട് ശത്രുവായ പോലെ. വിളകൾ ഒന്നൊന്നായി നശിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ ജീവിക്കാൻ മാത്രമായി ഒതുങ്ങിയ കാലം. അത്രയും വലിയ ലോകം, പക്ഷെ ഭാവി വളരെ ചെറുതായി ചുരുങ്ങിയിരിക്കുന്നു. അത്തരം കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു കൂപ്പർ. ഒരിക്കൽ ആകാശത്തെ കീഴടക്കിയ ഒരു പൈലറ്റ്, ഇപ്പോൾ മണ്ണിനോട് പോരാടുന്ന ഒരു കർഷകൻ. അവന്റെ ലോകം രണ്ടുപേരായിരുന്നു, അവന്റെ മകൻ ടോം, മകൾ മർഫ്. മർഫ് വ്യത്യസ്തയായിരുന്നു. അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ മുറിയിൽ ഒരു ആത്മാവുണ്ടെന്ന്. പുസ്തകങ്ങൾ വീഴുന്നു, ചില സന്ദേശങ്ങൾ പോലെ. എല്ലാവരും അത് കുട്ടിത്തരം എന്ന് കരുതുമ്പോൾ കൂപ്പർ മാത്രം ഒന്ന് ചിന്തിച്ചു, ഇത് യാഥാർത്ഥ്യമാകുമോ? ഒരു ദിവസം പൊടിയിൽ ഉണ്ടായിരുന്ന ഒരു വിചിത്ര പാറ്റേൺ, അത് ഒരു കോഡായിരുന്നു. ആ കോഡ് കൂപ്പറിനെ ഒരു രഹസ്യ സ്ഥലത്തേക്ക് നയിച്ചു. മറഞ്ഞുപോയെന്ന് കരുതിയ നാസ. അവിടെ അവൻ അറിഞ്ഞ സത്യം വലുതായിരുന്നു, ഭീതിജനകമായിരുന്നു. ഭൂമി അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യർക്ക് ഇവിടെ തുടരാൻ കഴിയില്ല. ഒരുപക്ഷെ മറ്റൊരു ലോകമുണ്ടാകാം. ശരിയുടെ അടുത്ത് ഒരു വോം ഹോൾ, അവിടേക്കുള്ള ഒരു വാതിൽ, അതിനപ്പുറം പുതിയ ഗ്രഹങ്ങൾ. നീ പോകണം, അവർ പറഞ്ഞു. കൂപ്പറുടെ മനസ്സ് തകർന്നു. എന്റെ കുട്ടികളെ ഞാൻ എങ്ങനെ വിട്ടുപോകും? പക്ഷെ പോകാതെ ഇരുന്നാൽ അവർക്കൊരു ഭാവിയില്ല. മർഫ് കരഞ്ഞു. അവൾക്ക് മനസ്സിലായില്ല. എന്തിനു പോകുന്നു, തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് കൂപ്പർ മറുപടി പറഞ്ഞില്ല. അവൻ യാത്ര തുടങ്ങി, ഭൂമിയിൽ നിന്ന് ദൂരേക്ക്. മനുഷ്യരുടെ അവസാന പ്രതീക്ഷയായി. കൂപ്പറും സംഘവും വോം ഹോൾ വഴി കടന്നു. സമയം, സ്ഥലം എല്ലാം വിചിത്രമായി വളഞ്ഞു. അവർ എത്തിയത് ഒരു പുതിയ ഗാലക്സിയിൽ. ആദ്യ ഗ്രഹം വെള്ളം മാത്രം, ശാന്തമായ ഒരു കടൽ പോലെ. പക്ഷെ അത് മരണം ഒളിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു മണിക്കൂർ. ഭൂമിയിൽ 7 വർഷമാണ്. അവർ ഇറങ്ങിയപ്പോൾ സമയം ഓടി തുടങ്ങി. വലിയ തിരമാലകൾ. ഒരു കൂട്ടാളിയെ നഷ്ടപ്പെടുത്തി അവർ തിരിച്ചു പോയപ്പോൾ ഭൂമിയിൽ 23 വർഷം കഴിഞ്ഞിരുന്നു. കൂപ്പർ തന്റെ മക്കളുടെ വീഡിയോ കണ്ടു. മകൻ വളർന്നു. മകൾ, അവൾ വേദനയോടെ ജീവിക്കുന്നു. നീ എവിടെയായിരുന്നു? അവൾ ചോദിച്ചു. കൂപ്പറുടെ ഹൃദയം തകർന്നു. അടുത്ത യാത്ര, മറ്റൊരു ഗ്രഹം. അവിടെ ഒരാൾ, ഡോക്ടർ മാൻ. മനുഷ്യവാസയോഗ്യമെന്ന് അയാളുടെ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂപ്പർ അവിടെ എത്തിയത്. അനേക വർഷങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് രക്ഷ നേടാൻ ഡോക്ടർ മാൻ കണ്ടെത്തിയ തന്ത്രമായിരുന്നു അത്. ജീവിക്കാൻ വേണ്ടി അവൻ കള്ളം പറഞ്ഞു, വഞ്ചിച്ചു, കൊല്ലാൻ പോലും ശ്രമിച്ചു.
അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരേ ഒരു വഴി, ഒരു മഹാ ബ്ലാക്ക് ഹോൾ. അതിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ മരണമാണ്. പക്ഷെ കൂപ്പർ പോകാൻ തന്നെ തീരുമാനമെടുത്തു. അവൻ തന്റെ സഹയാത്രികയെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ചു. അവനും ഒരു റോബോട്ടും ആ ഇരുണ്ട ഗർത്തത്തിലേക്ക് വീണു. പക്ഷെ അവൻ മരിച്ചില്ല. അവൻ എത്തിയത് ഒരു വിചിത്രമായ ലോകത്തിലേക്ക്. സമയം ഒരു സ്ഥലമായി മാറിയ ഒരു വിസ്മയം. അവൻ തന്റെ മകളുടെ മുറി കണ്ടു. പക്ഷെ അതൊരു നിമിഷമല്ല. അവിടെ അവൻ ആ സത്യം മനസ്സിലാക്കി. മർഫ് പറഞ്ഞ ആത്മാവ് അത് അവനായിരുന്നു. അവൻ തന്നെ പുസ്തകങ്ങൾ തള്ളി, അവൻ തന്നെ സന്ദേശങ്ങൾ അയച്ചു. കാലം കടന്നുപോയാലും സ്നേഹം അവനെ അവളിലേക്ക് എത്തിച്ചു. അവൻ ഒരു വാച്ച് വഴി ഒരു സന്ദേശം അയച്ചു, മോൻസ്കോട്ട്. അതിലുണ്ടായിരുന്നു ഒരു രഹസ്യം, മനുഷ്യരെ രക്ഷിക്കാനുള്ള കണക്ക്. ഭൂമിയിൽ മർഫ് ആ സന്ദേശം കണ്ടുപിടിച്ചു. അവൾ പ്രശ്നം പരിഹരിച്ചു. മനുഷ്യർ രക്ഷപ്പെട്ടു. കൂപ്പർ തിരിച്ചു വന്നു. പക്ഷെ എല്ലാം മാറിയിരുന്നു. അവനിപ്പോൾ ഭാവിയിൽ അവന്റെ മകൾ ഒരു വൃദ്ധ. അവൾ അവനെ കണ്ടു. അവൾ ചിരിച്ചു. നീ വന്നല്ലോ. പക്ഷെ അവൾക്കറിയാം ഇത് അവസാനമാണ്. ഒരു പിതാവ് തന്റെ കുട്ടിയുടെ മരണം കാണേണ്ടതില്ല, അവൾ പറഞ്ഞു. കൂപ്പർ വീണ്ടും പുറപ്പെട്ടു. അവന്റെ യാത്ര അവസാനിച്ചില്ല. അവൻ തിരയുന്നത് മറ്റൊരു തുടക്കമാണ്. ആകാശത്തിനപ്പുറം സമയം കടന്ന് ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം. അതാണ് മനുഷ്യരെ രക്ഷിച്ചത്. സ്നേഹത്തിന്റെ, സമയത്തിന്റെ, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ, അതോടൊപ്പം അവന്റെ പ്രതീക്ഷകളും വരച്ചു കാട്ടുന്ന ഒരു മനോഹര ചിത്രം. 7 ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി 2023 നോളൻ പുറത്തിറക്കിയ ചലച്ചിത്ര കാവ്യമാണ് ഓപ്പൺഹൈമർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അണുബോംബ് നിർമ്മാണമായ മാൻഹട്ടൻ പ്രോജക്ടിന്റെ തലവനാണ് ജെ റോബർട്ട് ഓപ്പൺഹൈമർ. പരീക്ഷണത്തിന് പിന്നാലെ അമേരിക്കൻ സൈന്യം ഹിരോഷിമയിലും നാഗസാക്കിയിലും അത് പ്രയോഗിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നശിക്കുന്നു. അതേ തുടർന്ന് ഓപ്പൺഹൈമർ നിരാശയിലും കുറ്റബോധത്തിലും കടുത്ത മാനസിക സംഘർഷത്തിലും കഴിയുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ പോലും ശ്രമിക്കാതെ സർക്കാർ അയാളെ സംശയത്തോടെ വീക്ഷിക്കുകയും സുരക്ഷാ അനുമതി വരെ പിൻവലിക്കുകയും ചെയ്യുന്നു. മാനസികമായി തീർത്തും തകർന്ന ഓപ്പൺഹൈമർ ലോക നന്മയ്ക്ക് ഉതകേണ്ടുന്ന ആണവോർജം, ലോകനാശത്തിന് കാരണമാകുന്ന ഭയത്തിലും കുറ്റബോധത്തിലും നിൽക്കുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ ബയോപിക് സിനിമ തന്നെയാണ് ഓപ്പൺഹൈമർ. ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ തന്നെയാണ് സിനിമയിലും കാണിച്ചിരിക്കുന്നത്. $250 മില്യൺ ചെലവിട്ട് ഗ്രീസ്, ഇറ്റലി, ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ മുഴുവൻ സിനിമയും IMAX 70mm ക്യാമറയിൽ ചിത്രീകരിച്ച 2026 ജൂലൈ 17 റിലീസിനൊരുങ്ങുന്ന നോളന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഒഡീസി. ഹോമറുടെ ദ ഒഡീസി എന്ന പുരാതന ഗ്രീക്ക് മഹാകാവ്യത്തെ അടിസ്ഥാനമാക്കിയാണ് സിനിമ. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഒഡീസിയസ് മഹാരാജാവ് 10 വർഷത്തെ അപകടകരമായ യാത്ര നടത്തി വീട്ടിലേക്ക് തിരികെ പോരുമ്പോൾ നേരിടുന്ന ആക്രമണങ്ങളും വെല്ലുവിളികളുമാണ് ഹോമറിന്റെ ഒഡീസി എങ്കിൽ നോളന്റെ സിനിമാ വ്യാഖ്യാനം ഏത് തരത്തിലായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പുരാണ കഥയ്ക്ക് കൊടുക്കുന്ന നോളൻ എഫക്ട് തന്റെ തന്നെ മുൻകാലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച സിനിമാറ്റിക് രീതികളാണോ അതോ അതിനപ്പുറമാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പൊതുവായി ഒന്ന് നമുക്കറിയാം, സമയം കൈകാര്യം ചെയ്യുന്ന രീതി കൊണ്ട് വളരെ പ്രശസ്തമാണ് നോളൻ സിനിമകൾ. മൊമന്റോ എന്ന സിനിമയിലെ പിന്നിലേക്ക് കഥ പറയുന്ന രീതിയും, ഇൻസെപ്ഷൻ എന്ന സ്വപ്നത്തിനുള്ളിലെ സമയ വ്യത്യാസവും, ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിലെ സമയം ഗുരുത്വാകർഷണത്തെ പോലെ ആശ്രയിച്ച് മാറുന്നതുമെല്ലാം ഉദാഹരണങ്ങൾ മാത്രം. സമയം കഥയുടെ ഒരു ഭാഗമായി മാത്രമല്ല, പ്രധാന കഥാപാത്രം പോലെയാണ് സമയത്തെ തന്റെ സിനിമകളിൽ നോളൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സങ്കീർണതകൾ ഒളിപ്പിച്ചു വെച്ചവയാണ് ഓരോ സിനിമയും. യാഥാർത്ഥ്യവും കൽപ്പനയും തമ്മിലുള്ള അതിർവരമ്പ് മങ്ങി രണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോയി ഭൗതിക തലത്തിൽ പല പ്രാവശ്യം കാണുമ്പോൾ മാത്രം അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് നോളന്റെ ഓരോ സൃഷ്ടികളും. ഭൗതിക ശാസ്ത്രവും ദാർശനികതയും വിളക്കി ചേർത്തവയാണ് മിക്ക ചിത്രങ്ങളും. തലച്ചോറ് കൊണ്ടും ഹൃദയം കൊണ്ടും സംവദിക്കുന്ന മനോഹര ചിത്രങ്ങൾ. തിരിച്ചു കിട്ടാത്ത സമയത്തിന്റെ വില എന്തെന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ. മഹാനായ ആ ചലച്ചിത്രകാരന് ഇനിയും അനേകം സുന്ദര ചിത്രങ്ങൾ ലോകത്തിന് നൽകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.